മെട്രോ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥനയുടെ ശക്തിയുടെ വിവിധ ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരത് എടുത്ത് ശ്രദ്ധിക്കണമേ എന്ന് പറയുന്നു. സെൽഫ് റിയലൈസേഷൻ ഇൻ പ്രയർ ഹാസ് ടു ക്ലെൻസ് അവർ ഹാർട്ട്സ്. അതുപോലെ പ്രയർ ഹോൾഡ്സ് അസ് വിക്ടറി ഓവർ ടെംപ്റ്റേഷൻ. പ്രയർ ഹാസ് പവർ ടു ഗവേൺ അവർ ടങ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുന്ന പ്രയർ ഹാസ് ദ പവർ ടു ബ്രിങ് വിസ്ഡം. നമുക്ക് ബുദ്ധിയും പരിജ്ഞാനവും പ്രാർത്ഥനയിൽ കൂടി പ്രാപിക്കുന്നു. അത് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. യാക്കോബ് 1:5. നിങ്ങൾ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവൻ ലഭിക്കും. അതായത് ജ്ഞാനം ആർക്കെങ്കിലും കുറവാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ ജ്ഞാനം കിട്ടും. പ്രത്യേകിച്ച് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം ദൈവിക പരിജ്ഞാനമില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ജ്ഞാനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഇനി അടുത്ത 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രയർ ഹാസ് ദ പവർ ടു ഓപ്പൺ അവർ ഐസ് ടു സീ വണ്ടർഫുൾ തിങ്സ് ഇൻ ഗോഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളെ കാണുവാനായിട്ട് കണ്ണുകളെ തുറക്കണം. അങ്ങനൊരു വാക്യം തന്നെയുണ്ട്. സങ്കീർത്തനം 119:18 നിന്റെ ന്യായപ്രമാണത്തെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അങ്ങനെ തന്നെയൊരു വാക്യമുണ്ട്. ഈ ദൈവവചനത്തിലുള്ള അത്ഭുതങ്ങളെ മനസ്സിലാക്കാനായിട്ട് നമ്മളെപ്പോഴും ഈ പ്രസംഗത്തിനൊക്കെ മുമ്പ് ആളുകൾ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടാകും. അതുപോലെ ദൈവവചനം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവവചനം പഠിക്കുമ്പോൾ അതിലുള്ള കാര്യങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിന് സഹായിക്കും. അതുകൊണ്ട് ദൈവവചനത്തിലുള്ള പരിജ്ഞാനം നമുക്ക് വരുന്നത് പ്രാർത്ഥനയിൽ കൂടിയാണ്. പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തരും. 7ാമത്തെ കാര്യം പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പ്രയർ ഹാസ് പവർ ടു ബ്രിങ് ഹോളി സ്പിരിറ്റ് ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവും അവൻ്റെ പ്രവർത്തനങ്ങളും നടക്കുവാനായിട്ട് പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നു. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസ് 11:13 നിങ്ങളുടെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. പരിശുദ്ധാത്മാവിനെ യാചിക്കുന്നവർക്ക് ധാരാളമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ദൈവം. സോ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥനയിൽ കൂടി ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നു എന്ന് നമ്മൾ ഓർക്കുക. അത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ കൂടി നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൽ നിറയുകയും ഒക്കെ ചെയ്യുന്ന പ്രാർത്ഥനയിലിരിക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരവ് തന്നെ അങ്ങനെയായിരുന്നല്ലോ. അപ്പോസ്തല പ്രവൃത്തി 1:14 എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരും കൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ പരിശുദ്ധാത്മാവ് വന്നതായിട്ട് നമ്മളെ കാണുന്നു. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 2:4 ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്നതായിട്ട് കാണുന്നു. നേരത്തെ വായിച്ച വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തി 4:31. അവിടെയും ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രയർ ഹാസ് ദ പവർ ടു ബ്രിങ് ഹോളി സ്പിരിറ്റ് ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതങ്ങളിൽ പ്രാർത്ഥനയിൽ കൂടി നമുക്കത് കൊണ്ടുവരാനായിട്ട് പറ്റും. അടുത്ത 8ാമത്തെ പോയിന്റ് പ്രാർത്ഥന സുവിശേഷ പ്രവർത്തനത്തെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ മുമ്പോട്ട് നടത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ദൈവത്തിൻ്റെ രാജ്യം വർധന ഉണ്ടാവണം. പ്രാർത്ഥനയിൽ അതാണ് പറയുന്നത്. ദൈവത്തിൻ്റെ രാജ്യം എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട നിങ്ങളും ഞാനും ഈ ദൈവത്തിൻ്റെ നാമം പറയണം, മറ്റുള്ളവരോട് പറയണം. അതിന് പരിശുദ്ധാത്മാവാണ് സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവിന് താല്പര്യം തരുന്നത്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ നേരത്തെ വായിച്ച വാക്യത്തോട് ചേർന്ന് എല്ലാവരും കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. 4-ാം അധ്യായത്തിലെ 31 തൊട്ടുള്ള വാക്യങ്ങളിൽ എല്ലാവരും കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവിടെ വന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവിടെ ദൈവത്തിൻ്റെ രാജ്യം അങ്ങോട്ട് വർദ്ധിക്കുകയാണ്. ആദ്യം എന്താ ചെയ്ത് അവർ പറഞ്ഞു, നമുക്ക് നമ്മുടെ അസറ്റ്സ് എല്ലാം വിൽക്കാം,
ആദ്യം ചെയ്തൊരു തീരുമാനമാണ്. ഈ ലോകത്തിൻ്റെ കെട്ടുകളെല്ലാം നമുക്ക് പൊട്ടിക്കാം എന്നാണ് അതിൻ്റെ പിന്നിലുള്ള. നിലങ്ങളും വീടുകളും ഒക്കെ ഉടമസ്ഥരായവർ അതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്നു. ആദ്യം ചെയ്തതാണ്. കാരണം ഈ ലോകത്തിൻ്റെ പരിപാടി പദ്ധതികളൊക്കെ, കാരണം അന്നത്തെ ചിന്ത ആ രീതിയിലുമായിരുന്നു. പരിശുദ്ധാത്മാവ് ആ രീതിയിൽ ഗൈഡ് ചെയ്തു. ഒരു രീതിയിൽ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ രാജ്യം സ്പ്രെഡ് ചെയ്യണം. കർത്താവ് വീണ്ടും വരാറായി എന്നുവെച്ചാൽ അവൻ്റെ പരിശുദ്ധാത്മാവ് വന്നു. അവൻ പറഞ്ഞതുപോലെ പോയി. കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു പോയി. പരിശുദ്ധാത്മാവ് വന്നു. ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. കർത്താവ് പറഞ്ഞ പോലെ വീണ്ടും ആളെ കൂട്ടിച്ചേർക്കാനായിട്ട് വരും. വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്ത് കർത്താവിൻ്റെ രാജ്യം മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യുക. അതാണ്. അതുകൊണ്ട് ഇനിയും നമ്മൾ കൃഷിയും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ചിന്തിച്ചു. അപ്പോഴേ നിങ്ങൾ ചോദിക്കും, പരിശുദ്ധാത്മാവ് തെറ്റായിട്ടാണോ ഗൈഡ് ചെയ്തത്? പരിശുദ്ധാത്മാവ് പിന്നെ 2000 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും കർത്താവ് വന്നില്ലല്ലോ, അതുകൊണ്ട് അവർ നിലവും വീടും ഒക്കെ വിറ്റുപോയത് മോശമായി പോയില്ലേ എന്നൊക്കെ. ഇതിങ്ങനെ പല സമയങ്ങളിലെ ലോകത്ത് നടക്കുന്നുണ്ട്. 1-ാം ലോകമഹായുദ്ധം വന്നപ്പം ഇപ്പം കർത്താവ് വരുമെന്ന് പറഞ്ഞു. 2-ാം ലോകമഹായുദ്ധം വന്നപ്പോൾ കർത്താവ് വരുമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട്, ആൾക്കാർ പറയുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സമയവും കാലങ്ങളും എന്ന് വെച്ചാൽ കർത്താവിൻ്റെ 2ാമത്തെ വരവ് പുത്രന് പോലും അറിയത്തില്ല എന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നാഴികകളും കാര്യങ്ങളും അതിൻ്റെ സിംബൽസും അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കുക, ആ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലാതെ ഇത്രാം തീയതി ഇന്ന ഡേറ്റിലെ കർത്താവ് വരും എന്നൊക്കെ ചില ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. 2030 കർത്താവ് വരും. 2025 ഇപ്പോഴേ 2030 കർത്താവ് വരും. ചിലർ ഡേറ്റൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതാർക്കും അറിയത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കാര്യമാണ്. ഒരു കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ല. ദൈവം ആ സമയത്ത് വരിക തന്നെ ചെയ്യും. എന്നാലേ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ബൈബിളിൽ പറയുന്ന പല പ്രോഫസികളും ഫുൾഫിൽ ചെയ്ത് വന്നിരിക്കുകയാണ്. അന്നേരം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് വരാറായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് അന്ത്യകാലമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ സമയത്ത് നിലങ്ങളും വീടുകളും ഉള്ളവരെല്ലാം വിറ്റ് കൊണ്ടുവരുന്നത്. ഇതെല്ലാം കൊണ്ടുവരുന്നത് എന്താണ് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവർത്തനം ഓപ്പറേഷൻസ് കൂട്ടുകയും, എന്ന് വെച്ചാൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തന മേഖലകളിലെ കർത്താവിൻ്റെ രാജ്യം പ്രസ്താവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള മേഖലകൾ ഇൻക്രീസ് ചെയ്യാണ്. അവിടെ നമുക്ക് കണ്ടിട്ടുണ്ട് പൗലോസിൻ്റെ ജീവിതത്തിലൊക്കെ ഏത് രീതിയിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതെന്ന്. 9ാമത് പറയാനായിട്ടുള്ള കാര്യം, പ്രേ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് ഏറ്റവും പ്രധാനമാണ്. മിനിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം, റൂളേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഗവൺമെൻറ് സർവൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥനയുടെ ഒരു ഘടകമാണ് പ്രാർത്ഥിക്കുക. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണ്? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. അതല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പെർസിസ്റ്റൻ്റായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കാനായിട്ടാണ് ദൈവം പറയുന്നത്. മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ മടുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പലതും നടക്കാത്തതിനാണ് മടുപ്പ് വരുന്നത്. ഒരു ദൈവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പുഷ് എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് പറയുന്നത് PUSH, പുഷ്, പ്രേ അണ്ടിൽ സംതിങ് ഹാപ്പൻഡ്. ചില കാര്യങ്ങൾ സംഭവിക്കുന്നവരെ പ്രാർത്ഥിക്കണം. അവിടെ ശക്തി ജനറേറ്റ് ചെയ്യും. ചില കാര്യങ്ങൾ സംഭവിക്കുന്നവരെ പ്രാർത്ഥിക്കുമ്പോൾ ശക്തി ജനറേറ്റ് ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പ്രാർത്ഥനയിൽ കൂടി വെളിപ്പെട്ട് വരണം. അതാണ് ആവശ്യം. നമ്മളല്ല ചേഞ്ച് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ ആത്മാവും ശക്തിയുമാണ്. അത് പ്രാർത്ഥനയിൽ കൂടി വെളിപ്പെട്ട് വരണം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 17:1 യഹോവേ ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. ഇവിടെ ഒരു ഭക്തന് പ്രാർത്ഥിക്കുകയാണ്. കപടമില്ലാത്ത അധരം, ദാവീദാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ദാവീദിന് കപടമില്ലാത്ത അധരം എന്ന് പറയാനായിട്ട് പറ്റുന്നത്? കപടമില്ലാത്ത അധരം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ
നീതീകരിക്കപ്പെട്ട ഒരു ദാവീദാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ആ താഴോട്ടുള്ള വാക്യങ്ങളിൽ 3-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ച് ദുരുദ്ദേശമൊന്നും കണ്ടില്ല. എൻ്റെ ഹൃദയത്തെ പരിശോധിച്ചപ്പോൾ, രാത്രിയിൽ എന്നെ സന്ദർശിച്ചപ്പോൾ, എന്നെ പരീക്ഷിച്ചപ്പോൾ ഒരു ദുരുദ്ദേശവും കണ്ടില്ല. നമുക്കിങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെയാണ് കപടമില്ലാത്ത അധരങ്ങളിൽ നിന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഭക്തന് ഈ പ്രാർത്ഥനയിൽ സന്തോഷവും പ്രത്യാശയും ഉളവാകുന്നു എന്ന് നമ്മൾ മറന്നുപോകരുത്. ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നവനെ കണ്ടാൽ അറിയാം, അവനെ കണ്ടാൽ അറിയാം ആ വ്യക്തിയെ. കാരണം എന്താണ്? അവൻ കുലുങ്ങുകയില്ല, ദൈവം അവൻ കുലുങ്ങാനായിട്ട് അനുവദിക്കുകയുമില്ല. ഏതൊക്കെ സാഹചര്യങ്ങൾ എത്ര മോശമായി വന്നാലും പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ബലപ്പെട്ട് നിന്ന് പ്രാർത്ഥിക്കും. ദാനിയേലിൻ്റെ പ്രാർത്ഥന നമുക്കറിയാം. പ്രാർത്ഥനാ വീരനായ ദാനിയേൽ രാജാവിനെ തന്നെ വർഷിപ്പ് ചെയ്യണം, നിയമം ശക്തമായിരിക്കുകയാണ്, ഇനി യാതൊരു നിർവാഹവുമില്ല എന്ന് പറഞ്ഞപ്പോൾ ദാനിയേൽ എന്തോ ചെയ്തേ? ദാനിയേൽ തന്നെ ഒപ്പിട്ട് കൊടുത്തതാണ്. എന്നിട്ട് ദാനിയേൽ എന്താ ചെയ്തേ? സാധാരണ ചെയ്യുന്നത് പോലെ യെരുശലേമിലേക്ക് കിളിവാതിലുകൾ തുറന്ന് സാധാരണ ചെയ്യുന്ന പോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് സങ്കടം ബോധിപ്പിച്ച് കരയും എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞ പോലെ സാധാരണ ചെയ്യുന്നത് പോലെ പ്രാർത്ഥിച്ചു. തൻ്റെ മുമ്പിലുള്ള പ്രയാസങ്ങളെ അതിജീവിക്കുന്ന പ്രാർത്ഥനയിലൂടെയാണ് എന്ന് പ്രാർത്ഥനാ വീരനായ ദാനിയേലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദാനിയേലിനെ ദൈവം വിടുവിച്ചു. വിടുവിക്കുക മാത്രമല്ല, ആ നിയമം മാറ്റി എഴുതുവാനായിട്ട് ദാനിയേലിനെ എടുത്ത് ഉപയോഗിച്ചതായിട്ട് നമ്മൾ കാണും. നിയമം മാറ്റി എഴുതി, രാജാവല്ല, യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, അത് ദാനിയേലിൻ്റെ ദൈവമാണെന്ന് ഒരു ഡിക്ലറേഷൻ എഴുതാനായിട്ട് രാജാവിന് സാധ്യമായി. അതിൻ്റെ കാരണം പ്രാർത്ഥനയുടെ ശക്തിയാണ്, പ്രാർത്ഥനയുടെ ഫലമാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ പോയിന്റുകൾ നമ്മൾ പറയുമ്പോഴും 7-8 പോയിന്റുകൾ നമ്മൾ പറഞ്ഞപ്പോഴും അതിനൊക്കെ ഉപരിയായിട്ട് അതിൽ നിന്നൊരു വലിയ ശക്തി ജനറേറ്റ് ചെയ്യുന്നു നമ്മൾ മറന്നുപോയത്. ഈ ശക്തിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇഫ് യു ആർ പ്രേയിങ് മോർ യു വിൽ ഗെറ്റ് മോർ പവർ. നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ശക്തിയായിരിക്കും. ഇന്ന് എത്ര സമയം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നുണ്ട്? ഞാനത് ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് എത്ര സമയം പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നുണ്ട്? പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എങ്ങനെയാണ്? ദാവീദ് പറഞ്ഞ പോലെ കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയാണോ? അതോ യാക്കോബ് പറയുന്ന പോലെ നിങ്ങളുടെ ഭോഗങ്ങൾക്ക് വേണ്ടി യാചിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണോ? നമ്മുടെ പ്രാർത്ഥനയുടെ കണ്ടന്റ് എന്താണ്? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? അത് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? സ്വന്തം കാര്യങ്ങളും അവർ പ്രാർത്ഥിക്കത്തെ നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം, അത് വേണ്ട എന്നല്ല പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പെർസിസ്റ്റൻ്റായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കുന്ന ഭക്തന് അത് ലഭിച്ചു എന്നുള്ള സന്തോഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തിൽ തരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, പ്രാർത്ഥനയുടെ വലിയ ശക്തി നമ്മൾ അതിനകത്ത് മുഴുകി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ ലോകത്തിലെ കാര്യം നേടുക എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയായിരിക്കണം. അപ്പോഴേ നിരാശകൾ മാറിപ്പോവും, പ്രയാസങ്ങൾ മാറിപ്പോവും, വേദനകൾ മാറിപ്പോവും, രോഗങ്ങൾ മാറിപ്പോവും. പ്രേ അണ്ടിൽ സംതിങ് ഹാപ്പൻ. പുഷ് എന്ന് പറയുന്ന പോലെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഉപവാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഉപവാസത്തെക്കുറിച്ച് ഇനി കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറയാം. ഇനിയും നമ്മൾ പ്രാർത്ഥനയുടെ ഒരു എപ്പിസോഡൂടെ ഇവിടെ നിർത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഉപവാസത്തിൻ്റെ എപ്പിസോഡിലേക്ക് കയറും. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യം. എങ്ങനെയാണ് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന? അടുത്ത എപ്പിസോഡിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കും. നമുക്ക് വിസ്ഡം തരുന്ന പ്രാർത്ഥന, നമുക്ക് പരിജ്ഞാനം തരുന്ന പ്രാർത്ഥന,
പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഇരിക്കുന്ന പ്രാർത്ഥന, നമ്മളെ ആത്മീയമായിട്ട് വളർത്തുന്ന പ്രാർത്ഥന, നമ്മളെ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതുപോലെ ധൈര്യത്തോടു കൂടിയുള്ള പ്രാർത്ഥന, പ്രത്യാശ ഉളവാക്കുന്ന പ്രാർത്ഥന, കപടമില്ലാത്ത അതരങ്ങളുള്ള പ്രാർത്ഥന, ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുക. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നവർ ദൈവത്തെ ഹൃദയത്തെ ശോധന ചെയ്യുക. ഞാൻ എൻ്റെ നാവിൽ കൂടി പറയുന്ന പ്രാർത്ഥനകൾ ദൈവം കേൾക്കുകയും ഉത്തരം തരികയും ചെയ്യുമെന്ന്. ഡാനിയലിൻ്റെ പ്രാർത്ഥന പോലെ സാഹചര്യങ്ങളെ നോക്കി ബുദ്ധിമുട്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തിങ്കിലേക്ക് നോക്കി പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഇത് കാണുന്നവരെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വലിയൊരു ധൈര്യം പകരുന്ന ദൈവകൃപ നീ സഹായിക്കണം, നീ തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് നേടുവാനായിട്ട് കമാൻഡ് ചെയ്യാനുള്ള കർത്താവെ, സബ്മിസ് ചെയ്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ ഏതൊക്കെ പ്രയാസങ്ങൾ കൂടി കടന്നു പോയാലും ഈ പ്രാർത്ഥനകൾ കൂടി ജയമെടുക്കുവാനായിട്ട്, അതിൻ്റെ ശക്തിയിൽ ജയമെടുക്കുവാനായി കർത്താവെ സഹായിക്കും. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് വാച്ച് ചെയ്തതെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും 9:30 മണിക്ക് നിങ്ങളുടെ ഡിവൈസിൽ ഇത് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ താല്പര്യമുള്ളവർ നിങ്ങളുടെ ഫോൺ നമ്പറുകൾ ഇതിനകത്തെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് പുതുതായിട്ട് നമ്മുടെ ലൈവ് പ്രോഗ്രാമിലേക്ക് അത് ആഡ് ചെയ്യപ്പെടുന്നതാണ്. ഞങ്ങളത് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയറിൽ പ്രാർത്ഥിക്കുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.